ഇന്ന് കണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്നായിരുന്നു. കോഴിക്കോട് ഒരു കൊലപാതക കേസാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിജിൽ എന്ന് പറയുന്ന യുവാവിന്റെ കൊലപാതകം. പക്ഷേ ആ കൊലപാതകം നടന്നത് 6 വർഷങ്ങൾക്ക് മുൻപാണ്. കാര്യങ്ങൾ വെളിപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഏതായാലും തെളിവെടുപ്പടക്കം പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് യുവാവിനെ കുഴിച്ചുമൂടി എന്ന് പറയുന്ന സരോവരം പാർക്കിന് സമീപമുള്ള ചതുപ്പിൽ പരിശോധന നടത്തിയെന്നതാണ്. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപമുള്ള ചതുപ്പിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന ഒന്നാം പ്രതി നിഖിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് പരിശോധന ആരംഭിച്ചത്. രാവിലെ 9:15 നിഖിലുമായി എലത്തൂർ പോലീസ് സ്ഥലത്തെത്തി. വിജിലിനെ കുഴിച്ചുമൂടിയ സ്ഥലം നിഖിലാണ് അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തത്. മെഡിക്കൽ ഫോറൻസിക് സംഘം, പോലീസിന്റെ ഫോറൻസിക് സയന്റിഫിക് വിഭാഗം, തഹസിൽദാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു തെരച്ചിൽ. ചതുപ്പ് നിലത്തെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചാണ് പരിശോധന. ഇതിനായി ഫയർഫോഴ്സ് യൂണിറ്റും ഉപയോഗിക്കുന്നു. ചൊവ്വാഴ്ച കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രതികൾ ഉപേക്ഷിച്ച വിജിലിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. 2019 മാർച്ച് 24-നാണ് ലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ വിജിൽ മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. മറ്റൊരു പ്രതി രഞ്ജിത്തിനായി അന്വേഷണം തുടരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.